അതായത് ഈ സർപ്പ ലൈസൻസ് എന്താണെന്നാണ് നിങ്ങളുടെ ചോദ്യം. ലൈസൻസ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കേഷൻ ആണ് വനം വകുപ്പിന്റെ. 2020 മുതൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പറഞ്ഞു മുഴുമിക്കട്ടെ, 1972 മുതൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇത് കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു ആക്ട് അല്ല. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഈ സർപ്പ എന്ന ആപ്പിന്റെ യഥാർത്ഥ പേരെന്താണ്? സർപ്പ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ്. ഓണറുടെ പേരെന്താണ്? ആപ്പിൽ ആരെ പേരില്ല? ജോസ് ലൂയിസ്. അല്ല, തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ തെറ്റിദ്ധാരണ സർപ്പ ജോസ് ലൂയിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആണെന്ന് ഇദ്ദേഹം പറയുന്നു. അങ്ങനെയല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഏതാ ഇത് ആരുടെ ആപ്പാണ്? നാട്ടുകാർക്ക് ആപ്പാവരുത്. നാട്ടുകാരുടെ അല്ല, ഇത് വനം വകുപ്പിന്റെ ആപ്പാണ്. കേരള വനം വകുപ്പിന്റെ ആപ്പാണ്. ഇപ്പൊ അത് കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ജോസ് ലൂയിസ് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ കുറച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2020 മുതൽ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് ക്രിയേറ്റ് ചെയ്തത് ജോസ് ലൂയിസ് ലെപ്പേർഡ് ടെക് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി. ഈ പ്രൈവറ്റ് കമ്പനി അദ്ദേഹം ആപ്പ് ഉണ്ടാക്കിയത് വനം വകുപ്പിന് വേണ്ടി അവർ 50ഓളം ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഹോക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് വനം വകുപ്പിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സർപ്പ ആപ്പ് എന്ന് പറയുന്ന വനം വകുപ്പിന് കൊടുക്കുകയാണ്. അതും 5 പൈസ മേടിക്കാതെ 5 പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള ഈ ഒരു സർപ്പയുടെ വേറൊരു വേരിയന്റ് അല്ലെങ്കിൽ വേറൊരു വെർഷൻ നമ്മുടെ ആസാം അല്ലെങ്കിൽ മഹാരാഷ്ട്ര, ഒറീസ, തമിഴ്നാടിന് സർപ്പ ടി എന്ന് പറഞ്ഞു. അവർ മാറ്റി സർപ്പയ്ക്ക് വിൽക്കാൻ വേണ്ടി എഗ്രിമെന്റ് ആയിട്ടുണ്ട്. അംഗീകരിക്കാതിരിക്കുന്നില്ല. എന്താണ് പ്രശ്നം എന്നറിയാം സാറേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പണ്ട് പോലെ ഒരുപാട് പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വനം വകുപ്പിന്റേതായിട്ടുണ്ട് അല്ലേ? നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് ചില ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പല ജില്ലകളിലും വിമർശിക്കുന്നത്. എന്നെ നന്നായിട്ട് ടാർഗറ്റ് ഏറ്റവും സ്ക്രീനിൽ വലുതായിട്ട് കാണിക്കുന്ന ആരെന്നറിയോ? മിസ്റ്റർ വാവാ സുരേഷ്. സുരേഷിനെ തെറി പറയുന്ന വീഡിയോ ആണ് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ കാണിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്നു. ഇനി ഞാൻ പറയാം, ഈ വാവാ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യകാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ച വ്യക്തി. എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വാവാ സുരേഷിനെ തെറി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.